കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ചിറയൻകീഴിൽ ആരംഭിക്കുന്ന പ്രേംനസീർ മെമ്മോറിയൽ കൾച്ചറൽ സ്റ്റഡീസ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി കഴിഞ്ഞ ദിവസം എത്തിയത്. ഇത് ഒരു വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അത് രണ്ടോ മൂന്നോ ഫേസിലായിട്ട് മുഴുവൻ നമ്മൾ വിഭാവനം ചെയ്യുന്നൊരു സംഭവം തീരുകയുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഉടനടി ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ മുമ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. കാര്യം എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. പിന്നെ ഇലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ അത് നമുക്ക് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് MLAയുടെ പ്രത്യേക ശ്രമം മുഖാന്തരമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ജേണിയാണ്. ആ ജേണി നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാഴ്ചവെക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിലൂടെ കാഴ്ചവെക്കുവാനും ഉള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അക്കാഡമിക്ക് അതിന് വളരെയധികം പ്രത്യേകമായ പ്ലാനുകളുണ്ട്. ഇതിനെ ലൈവായി നിർത്തുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുവാനും അത് കഴിയുന്നിടത്തോളം അത് പ്രിസർവ് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അക്കാഡമി ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ബജറ്റിന് ഉൾക്കൊള്ളുന്ന അകത്ത് നിന്നുകൊണ്ട് എല്ലാം ചെയ്യാനുള്ള എല്ലാ പരിപാടികളുമുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സ്മാരക സമുച്ചയം പണിത് തീർക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടേക്ക് ഒരു കൂട്ടായ ശ്രമഫലമായിട്ടാണ് നമുക്ക് ഈ സ്റ്റേജിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. നിയമസഭയിൽ ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കുമ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് തുടക്കം കൊടുത്തത്. ഇങ്ങനെ പ്രോജക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ നീക്കി വെക്കുന്നത്. ബാക്കി ഗവൺമെൻറ് ഫണ്ട് തരണമെന്ന് പറഞ്ഞ് നിയമസഭയിൽ MLAമാർക്കൊരു വർഷത്തിലൊരിക്കൽ സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ. ആ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ തോമസ് ഐസക് ധനകാര്യ മുഖ്യമന്ത്രി അദ്ദേഹം അത് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അദ്ദേഹം ആവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ വെച്ചു. വി ശശി MLA, അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ, LDF നേതാക്കളായ R സുഭാഷ്, മനോജ് B ഇടമന തുടങ്ങിയവരുമുണ്ടായിരുന്നു.